സേവനമാണ് മഹത്വത്തെ പുനർനിർവചിക്കുന്നത്. മഹത്വത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്, ഐഡിയോളജി, ഡെഫിനിഷൻ ഈ ഭൂമിയിലുണ്ട്. എന്താണ് ഗ്രേറ്റ്നെസ്? വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും കർത്താവിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പ്രാപിക്കുവാനും എല്ലാത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സം തിങ്സ് ആർ ടോട്ട് ആൻഡ് സം തിങ്സ് ആർ കോട്ട്. ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, ചില കാര്യങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. രണ്ടിനും തയ്യാറെടുക്കുക, എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുക. കർത്താവ് വലുതായി നമ്മുടെ ലൈഫിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസറാണ് ഉള്ളത്. ചെങ്ങന്നൂരിൽ നിന്ന് സൂസൻ ജോർജ് എന്ന് പറയുന്ന സിസ്റ്ററാണ്. ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇറ്റ്സ് എൻ എപ്പിസോഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് താങ്ക് ദ ലോർഡ് ഫോർ ദാറ്റ്. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് സിസ്റ്ററെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടെയൊക്കെയാണ് അനുഗ്രഹത്തിന് ലാക്ക് അവർ അനുഭവിക്കുന്നത്, ഇന്ന് അതിൻ്റെ റിലീസ് നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ദൈവിക ആരോഗ്യത്താൽ നിറയട്ടെ, സംരക്ഷണത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സൂസൻ ജോർജ് സിസ്റ്ററേയും മുഴു കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ലോർഡ് ഫോർ ലിസണിങ് ടു അവർ പ്രയർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആമേൻ. നമുക്കൊരുമിച്ച് അല്പനിമിഷം കർത്താവിനെ ആരാധിക്കാം. അതിനു മുമ്പ് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ വീക്കെൻഡിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ മീറ്റിംഗ്സ് നടക്കുന്നു. ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. ഗ്യാതറിംഗ് ട്രിവാൻഡ്രം നടക്കുന്നു. അപ്പോൾ തന്നെ April 4th സെലിബ്രേഷൻ ഓഫ് ദി ക്രോസ് നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് പവർഫുള്ളായിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുന്നു. നമുക്ക് കുട്ടികൾക്കും ടീൻസിനും വേണ്ടി ചില ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സും ക്യാമ്പും എല്ലാം നടക്കുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. സോ നിങ്ങളുടെ കുട്ടികളെ, ടീൻസിനെ എല്ലാം ഇതിലേക്ക് അയക്കുക. വലിയ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് എക്സ്പെക്റ്റ് ചെയ്യാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം.
വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്. നിങ്ങളുടെ നാട്ടിൽ ഏത് സമയമാണോ അത് പിടിച്ചു. ഓൾ റൈറ്റ്. ഇന്ന് മാർച്ച് 19 വ്യാഴാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ഉണ്ട്. സെർവൻറ്റ്ഹുഡ്. സെർവൻറ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സേവനം അല്ലേ? സേവനം അല്ലെങ്കിൽ ദാസ്യത്വം എന്താണോ അത്. മത്തായി 23:11 ദ ഗ്രേറ്റസ്റ്റ് അമംഗ് യു വിൽ ബി യുവർ സെർവൻറ്റ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ മറ്റുള്ളവരുടെ ദാസനായിരിക്കട്ടെ. ഡെക്ലറേഷൻ നോക്കുക. ഐ സെർവ് വിത്ത് ഗ്ലാഡ്നെസ് ടുഡേ. സന്തോഷത്തോടെ ഞാൻ ഇന്ന് സേവനം ചെയ്യുന്നു. ട്രൂ ഗ്രേറ്റ്നെസ് ഈസ് ഫൗണ്ട് ഇൻ ഹംബിൾ സർവീസ് ടു ഗോഡ് ആൻഡ് അതേഴ്സ്. യഥാർത്ഥത്തിലുള്ള മഹത്വം, ഒരു വ്യക്തിയുടെ മഹത്വം ഇരിക്കുന്ന എവിടെയാണ്? ഹംബിൾ സർവീസ് ടു ഗോഡ് ആൻഡ് അതേഴ്സ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള വളരെ വിനയാന്വിതമായ ആ സർവീസിലാണ് ഇരിക്കുന്നത്, സേവനത്തിലാണ് ഇരിക്കുന്നത്. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കുക, ടിക്ക് ചെയ്യുക. അപ്പോൾ സെർവൻറ്റ്ഹുഡിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. റെഡിയാണോ? നിങ്ങളെ പേജ് എടുത്ത് 4 ഡിവൈഡ് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ പോയിൻ്റ് അതിൻ്റെ വാക്യങ്ങളും വിവരണങ്ങളും, രണ്ടാമത്തെ പോയിൻ്റ് അതിൻ്റെ വാക്യങ്ങളും വിവരണങ്ങളും, അങ്ങനെ 4 കൊണ്ട് പേജ് തികയണം. ആദ്യത്തെ പോയിൻ്റിൽ തന്നെ ഒത്തിരി അങ്ങ് വലിയ അക്ഷരത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. നമുക്കൊരു പേജല്ലേ കൊടുക്കാൻ പറ്റും. ചിലരൊക്കെ പരാതിപ്പെട്ടു തികയുന്നില്ല. പക്ഷെ ഇതിൽ കൂടുതലാണ്. ഇതിൽ തന്നെ 365 പേജ് എഴുതാനും പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി വരുമ്പോൾ തന്നെ പുസ്തകം ഇത്രയായി. അപ്പോൾ 1, 2, 3 പേജ് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പുസ്തകമായിട്ട് മാറും. നമ്പർ 1, സെർവൻറ്റ്ഹുഡ് റീഡിഫൈൻസ് ഗ്രേറ്റ്നെസ്. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ചെയ്ത പരിപാടി ഇതാണ്. സേവനം മഹത്വത്തെ പുനർനിർവചിക്കുന്നു. അതായത് സേവനമാണ് മഹത്വത്തെ പുനർനിർവചിക്കുന്നത്. മഹത്വത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്, ഐഡിയോളജി, ഡെഫിനിഷൻ ഈ ഭൂമിയിലുണ്ട്. എന്താണ് ഗ്രേറ്റ്നെസ്? എന്നാൽ അതിനെ യേശു വന്ന് സേവനത്തിലൂടെ അതിനെ മറ്റൊരു നിർവചനം നൽകി. സോ ജീസസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ദ വേൾഡ്സ് ഡെഫിനിഷൻ ഓഫ് ഗ്രേറ്റ്നെസ്. ഈ ലോകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള നിർവചനത്തെ യേശു മുഴുവനായും മാറ്റിമറിച്ചു. The world measures greatness by power, position and recognition. ഈ ലോകം മഹത്വത്തെ അളക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 1 ശക്തി, 2 സ്ഥാനം, 3 അംഗീകാരം. ഇതൊക്കെ വെച്ചിട്ടാണ്. കൂടാതെ സാമ്പത്തികം പലത് കാണും, സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ. ജീസസ് മെഷേഴ്സ് ഗ്രേറ്റ്നസ് ബൈ സർവീസ്. എന്നാൽ യേശു മഹത്വത്തെ അളക്കുന്നത് സേവനം കൊണ്ടാണ്. അതിനെ പുനർനിർവചിച്ചു. ചില വചനങ്ങൾ നോക്കാം. മാത്യു 20:26-28. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെ. Whoever wants to become great among you must be your servant. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മറ്റുള്ളവരുടെ സേവകനായി, ദാസനായി മാറട്ടെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള ഭാഗത്താണ് കർത്താവ് ചെയ്തതിൻ്റെ ഒരു ഭയങ്കരമായ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, അതായത് താൻ എത്രത്തോളം താണിറങ്ങി വന്നു എന്നതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു വിവരണം കൊടുത്തിരിക്കുന്നത് അല്ലേ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി, ദാസനായി മരണത്തോളം തന്നെ താൻ താഴ്ത്തി, പിന്നെ പാതാളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ 7 പടികളിൽ ഇറങ്ങി. പിന്നെ 7 പടികളായി ദൈവം അവനെ മുകളിലേക്ക് ഉയർത്തി സ്വർഗത്തിൽ എല്ലാ നാമത്തെക്കാളും മേലായ നാമവും എല്ലാ സിംഹാസനങ്ങളെക്കാളും ഉയർന്ന സിംഹാസനം എല്ലാം കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-26 വരുമ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഷുഡ് ബി ലൈക്ക് ദ യങ്ങസ്റ്റ് ആൻഡ് ദ വൺ ഹു റൂൾസ് ലൈക്ക് ദ വൺ ഹു സെർവ്സ്. അപ്പോൾ അവിടെയും പറയുന്നത് ഏറ്റവും വലിയവൻ ഏറ്റവും ഇളയവനെ പോലെ ആകട്ടെ, ഏറ്റവും മുതിർന്നവൻ ഏറ്റവും വലിയവൻ ഏറ്റവും ഇളയവനെ പോലെ ആകട്ടെ. ആൻഡ് ദ വൺ ഹു റൂൾസ് ലൈക്ക് ദ വൺ ഹു സെർവ്സ്. ഭരിക്കുന്നവൻ സേവിക്കുന്നവനെ പോലെ ആകട്ടെ.
അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, നോർമലി ലോകത്തിൽ എന്ത് കാണുന്നു അതിൻ്റെ ഉൾട്ടായാണ് സ്വർഗത്തിലുള്ളത്. ലോകത്തിലുള്ള നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് ലോകത്തിൽ എന്തിനെ വലുതായി കാണുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പത്രേ. That which is honorable before men is detestable before God. Dishonorable before God. മനുഷ്യൻ ഏറ്റവും ഭയങ്കരമെന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിനൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവരാജ്യത്തിലേക്ക് പോകുമ്പോൾ, ദൈവരാജ്യത്തിൽ ഗ്രേറ്റ്നെസ് ഈസ് നോട്ട് ബീയിങ് എബവ് അതേഴ്സ് ബട്ട് ലിഫ്റ്റിംഗ് അതേഴ്സ്. ദൈവരാജ്യത്തിൽ വരുമ്പോൾ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുകളിൽ ആകുന്നതല്ല, മറ്റുള്ളവരെ ഉയർത്തുന്നതാണ് മഹത്വം ദൈവരാജ്യത്തിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു പക്ഷേ ഒരു 32 നിലയുള്ളൊരു ഭയങ്കര ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ ഭാഗം കിടക്കുന്ന മണ്ണിൻ്റെ അടിയിലാണ്. ആ സ്ട്രെങ്ത്താണ് മൊത്തം സ്ട്രക്ചറിനെ പിടിച്ചു നിർത്തുന്നത് പോലും. അതുകൊണ്ട് സെർവൻഹുഡ് സപ്പോർട്ട്സ് അതേഴ്സ് ക്വയറ്റ്ലി ആൻഡ് ഫെയ്ത്ത്ഫുള്ളി. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സേവനം മറ്റുള്ളവരെ ശാന്തമായും വിശ്വസ്തമായും താങ്ങി നിർത്തുന്നു. മറ്റുള്ളവരെ താങ്ങി നിർത്തുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉയർത്തുന്നതാണ് ഒരു വ്യക്തിയുടെ മഹത്വം. തന്നെത്താൻ ഉയരുന്നതല്ല, എല്ലാവരുടെ മുകളിൽ കയറിയിരിക്കുന്നതുമല്ല. നമ്പർ 2, സെർവൻഹുഡ് റിഫ്ലെക്ട്സ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തേതാണ് ഈ സേവന മനോഭാവം. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിലേക്ക് വന്ന് സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നൊരു പുതിയ കോൺസെപ്റ്റ് നമുക്ക് കാണിച്ചു തന്നത്. അതുവരെ ലീഡർഷിപ്പ് ചരിത്രത്തിൽ എല്ലാം എന്തായിരുന്നു? മറ്റുള്ളവരെ അടക്കി ഭരിച്ച് റൂൾ ചെയ്ത് ആടിച്ച് ഒതുക്കി അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ് ലീഡർ എന്ന് പറയുന്നത്. എന്നാൽ യേശു വന്ന് അതിനെ പൊളിച്ചു. എന്നിട്ട് സെർവൻറ്റ് ലീഡർഷിപ്പ് പഠിപ്പിച്ചു. ദാസ്യ നേതൃത്വം, മറ്റുള്ളവരുടെ ദാസനായി, മറ്റുള്ളവരുടെ സേവകനായി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത്, മറ്റുള്ളവരെ ശുശ്രൂഷിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അങ്ങനെയൊരു ലീഡർഷിപ്പ് ഈ ചരിത്രത്തിൽ യേശു അല്ലാതെ വേറെ ആരും കാണിച്ചിട്ടില്ല. യേശു കാണിച്ച ശേഷം, അല്ലെങ്കിൽ യേശുവിൻ്റെ ഇൻഫ്ലുവൻസിൽ പലരും കാണിച്ചു കാണും. ജീസസ് ഡിഡ് നോട്ട് ഓൺലി ടീച്ച് സെർവൻഹുഡ്, ഹി ലിവ്ഡ് ഇറ്റ്. അപ്പോൾ യേശു കർത്താവ് ഈ ദാസ്യത്വം പഠിപ്പിക്കുക മാത്രമല്ല, ഹി ലിവ്ഡ് ഇറ്റ്. അത് ജീവിച്ചു കാണിക്കുകയും ചെയ്തു യേശു കർത്താവ്. ദ കിങ് ഓഫ് കിങ്സ് ചോസ് ദ പാത്ത് ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. രാജാതിരാജാവ് എന്താ ചെയ്തത്? താഴ്മയുടെയും സേവനത്തിൻ്റെയും പാതയാണ് ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തത്. യേശുവിന് ആദ്യം തന്നെ വന്ന് ആ ഹേരോദാവിനടിച്ച് താഴെയിട്ട് അവിടെ കയറിയിരുന്ന് ഭരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ജെറുസലേമിൽ മറ്റൊരു സിംഹാസനം വെച്ച് ദാവീദിൻ്റെ കുലത്തിൽ രാജാവായി പിറന്നവനാണ്. ദാവീദ് രാജാവായിരുന്നു, ദാവീദ് ഗൃഹത്തിൽ രാജാവായി പിറന്നവനാണ്. അവന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ കർത്താവ് അതല്ല ചെയ്തത്. ഇനി രാജാതിരാജാവ് അവൻ വരും, പക്ഷേ ആദ്യത്തെ യേശുവിൻ്റെ വരവിൽ അതല്ല ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ, John 13:14-15, Jesus washed the disciples' feet and told them to follow his example. കർത്താവ് യോഹന്നാൻ 13-14-15 കർത്താവ് ചെയ്തത് എന്താണ്? യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഇത് അനുകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കഴുകേണ്ടതാവുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10:45 വചനത്തിൽ കാണുന്നത്, ദ സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. മനുഷ്യപുത്രൻ വന്നത് സേവിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല, സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഐസയ 53:11, യെശയ്യാവിൻ്റെ പുസ്തകം 53:11, ബൈ ഹിസ് സർവീസ് മെനി വിൽ ബി മെയ്ഡ് റൈച്ചസ്. അവൻ്റെ സേവനത്താൽ
അവൻ്റെ ശുശ്രൂഷയാൽ, അവൻ്റെ ദാസ്യത്വത്താൽ അനേകർ നീതിമാന്മാരായി മാറും. സോ സെർവൻറ്റ്ഹുഡ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് വർക്കിംഗ് ഇൻ അസ്. നാം സേവനം ചെയ്യുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. ക്രിസ്തീയ സേവനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. സോ വെൻ ബിലീവേഴ്സ് സെർവ് അതേഴ്സ്, ദേ റിവീൽ ദ ഹാർട്ട് ഓഫ് ജീസസ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മറ്റുള്ളവരെ സേവിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം ആണ് അവിടെ പ്രകടമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഷെപ്പേർഡ്, ഒരു ഇടയൻ. എ ഷെപ്പേർഡ് വാക്സ് ahead of the flock, not to display authority but to guide and protect the sheep. നമ്മൾ വിചാരിക്കും ഒരു ഇടയൻ ആടുകളുടെ മുമ്പിൽ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പുള്ളി വലിയ ആളാണ്, ഭയങ്കര അതോറിറ്റിയും ഈ ആടുകളൊക്കെ അടിച്ച് ഒതുക്കാനുള്ളൊരു പരിപാടിയിലാണ്. നോ, അത് കാണിക്കുന്നത് ഗൈഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ്. ഈ ലീഡർ അല്ലെങ്കിൽ ഇടയൻ മുമ്പിൽ നടക്കേണ്ടി വരും, പിമ്പിൽ പോകാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയാണ്? വഴികാട്ടുവാൻ. അതുകൂടാതെ ഈ ആടുകളെ സംരക്ഷിക്കാൻ. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ട്രൂ ലീഡർഷിപ്പ് ഓൾവേസ് ക്യാരീസ് ദ സ്പിരിറ്റ് ഓഫ് സർവീസ്. ഞാൻ ഇപ്പോൾ ഷെപ്പേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ കർത്താവ് അതുകൊണ്ട് ക്രിസ്തീയ സഭയിൽ ഉദ്ദേശിക്കുന്നത് പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, അല്ലെങ്കിൽ ഇടയപരിപാലന ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക വൃന്ദത്തെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പലരുടെയും മുമ്പിൽ നടക്കേണ്ടി വരും, അവർക്ക് സ്റ്റേജിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും താഴെ നിലയിലുള്ളത് എപ്പോഴും അവർ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് സേവന മനോഭാവം ഇല്ലാഞ്ഞിട്ടല്ല, പകരം അവരുടെ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീക്കൺസ്, വോളണ്ടിയേഴ്സ്, ഗ്രേറ്റേഴ്സ് തുടങ്ങി ബാക്കിയുള്ള സേവനം ചെയ്യുന്നവർ ആ ജോലി ചെയ്യട്ടെ. ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ചില വലിയ തർക്കമുണ്ടായ സമയത്ത് അപ്പോസ്തലന്മാർ ശുശ്രൂഷകർ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഷെപ്പേർഡ്സ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ദൈവവചനം വിട്ടിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കും, പക്ഷേ ജ്ഞാനവും സാക്ഷ്യവും ഒക്കെ ഉള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് അവർ ഈ ശുശ്രൂഷ ചെയ്യട്ടെ. റോൾ പ്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ 3, സെർവൻറ്റ്ഹുഡ് ബിൽഡ്സ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഗാഡ്. ഈ ദാസ്യ മനോഭാവം അല്ലെങ്കിൽ സേവന മനോഭാവം ഉണ്ടെങ്കിൽ അത് സഭയെ പണിയും, കൂട്ടായ്മയെ അത് പണിതെടുക്കും. സെർവൻറ്റ്ഹുഡ് സ്ട്രെങ്തൻസ് യൂണിറ്റി ആൻഡ് ലവ് വിതിൻ ദ ചർച്ച്. ഈ ദാസ്യ മനോഭാവം കാണിക്കുമ്പോൾ, സേവന മനോഭാവം കാണിക്കുമ്പോൾ സഭയ്ക്കകത്തുള്ള ഐക്യതയെയും സ്നേഹത്തെയും അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇതില്ലെങ്കിൽ എല്ലാവരും വലിയ രാജാക്കന്മാരെ പോലെ, ക്യാപ്റ്റൻസിനെ പോലെ സഭയിൽ വന്നിങ്ങനെ ഇരുന്ന് പോവും. ഏത് സഭ എടുക്കട്ടെ, ലോകത്തിലുള്ള ഏത് ഡിനോമിനേഷനിൽ ഏത് ചർച്ച് എടുത്താലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ആരാധന തുടങ്ങുന്ന സമയത്തോ അതിന് ശേഷമോ നേരെ വന്നിരുന്ന് ശുശ്രൂഷ അനുഭവിച്ച് നേരെ പോകുന്ന ഒത്തിരി, അതാണ് ബൾക്ക് ഓഫ് പീപ്പിൾ അങ്ങനെ ആയിരിക്കും, അധികം ആളുകളും അങ്ങനെ ആയിരിക്കും. എന്നാൽ തലേ ദിവസം മുതൽ അവിടെ ക്ലീൻ ചെയ്യുകയോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയോ, അതും പെയ്ഡ് സ്റ്റാഫ് ആകണമെന്നില്ല, വോളണ്ടറി ആയിട്ട് അവർ തന്നെ പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ അവർ തന്നെ ഡീസൽ അടിച്ച് വണ്ടി ഓടിച്ച് അവിടെ വന്ന് ക്ലീൻ ചെയ്യുക, കസേര ഇടുക, ഓരോ കാര്യങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സെർവ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊന്നും പ്രതിഫലം കിട്ടുന്നില്ല, പക്ഷേ വരുന്ന ഒത്തിരി പേർക്ക് വേണ്ടി അവരാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അതാണ് സെർവൻറ്റ്ഹുഡ്. അപ്പോൾ സെർവൻറ്റ്ഹുഡ് സ്ട്രെങ്തൻസ് യൂണിറ്റി ആൻഡ് ലവ് വിതിൻ ദ ചർച്ച്. ഞാൻ ഇത് കാണുന്ന സഭകളിൽ പോകുന്ന ബ്ലെസ്സിങ് ടുഡേയിൽ മാത്രമല്ല, ഏത് സഭയിൽ പോകുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പോകുന്ന സഭയിൽ, കൂട്ടായ്മയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സേവനത്തിൽ ഏർപ്പെടാറുണ്ടോ? ഒന്ന് വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുക, കസേരയിടുക, ചില സ്ഥലത്ത് പാവിരിക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ മ്യൂസിക് മിനിസ്ട്രിയിലാകാം, വാഷ്റൂംസ് വാഷ് ചെയ്യുന്നതാകാം,
ആളുകളെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് കയറ്റുന്നതാകാം, എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാകാം. ഇപ്പോൾ ഒരു സഭയെടുത്താൽ ചെറുതോ വലുതോട്ടെ എത്രയോ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സർവീസ് അവിടെ കിടക്കുകയാണ്. ഇതിലെന്തിലെങ്കിലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ 10 മണിക്കാണ് ആരാധന, 10:15, 10:30, 10:45 ചെല്ലുന്നു, 12:30 അല്ലെങ്കിൽ 1 മണിക്ക് തീരുമാനിച്ചിരിക്കട്ടെ, അതിന് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം എല്ലാവരെയൊക്കെ കണ്ട ശേഷം തിരിച്ചു പോകുന്നു, ആരാധന കൂടി. ബട്ട് ഇഫ് യു ആർ എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എല്ലാ അവയവങ്ങൾക്കും, ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ ഡ്യൂട്ടി റോൾ കർത്താവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഓൾറൈറ്റ്. സോ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു സ്വയപരിശോധന നടത്തുന്നത് നല്ലതല്ലേ? എൻ്റെ ഒരു അഭിപ്രായം, അടുത്ത പ്രാവശ്യം നിങ്ങൾ സഭയിലേക്ക് പോകുമ്പോൾ, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പാസ്റ്ററോട് പറയണം, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്കൊരു ജോലി താ, കാശിനല്ല, ഞാൻ ചെയ്യാം, കുറേ കാര്യങ്ങൾ, കുറേ വർക്ക് ഞാൻ ചെയ്യാം. ചോദിച്ച് മേടിക്കണം. സോ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി സഭയിൽ പോയിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ സമയം മുതൽ തന്നെ ഞാൻ ആ ചർച്ചിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആദ്യം കിട്ടിയ ജോലി ക്ലീനിങ് ആണ്. എല്ലാവരും വരുന്നതിന് മുമ്പ് ചെല്ലുക, സൈക്കിളിൽ ചെല്ലുന്നു, അവിടെ ഇറങ്ങുന്നു, ഫെയ്ത്ത് ഹോമിൻ്റെ ഫ്ലോർ മുഴുവൻ ക്ലീനാക്കുന്നു, ചൂലെടുത്ത് അടിച്ച് ക്ലീനാക്കുന്നു, പാവിരിക്കുന്നു, കസേരകൾ കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുന്നു, ആരാധനയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് പോലും. അങ്ങനെ അനേക വർഷങ്ങൾ. ഇപ്പോഴും ഇതെല്ലാം ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനം ആളുകളെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അധിക ഭാഗവും ദൈവസന്നിധിയിലിരിക്കുകയും വചനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ദൂതുകൾ ദൈവനാമത്തിൽ സ്വീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ജോലിയിലാണ് ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യാൻ ഒത്തിരി പേരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മനോഭാവമാണ്. സോ വെൻ എവ്രി വൺ സീക്സ് ടു സെർവ് റാദർ ദാൻ ടു ബി ഓണേർഡ്, ദ ഹോൾ ബോഡി ഗ്രോസ് ഇൻ ഹാർമണി. ഒരു സഭയ്ക്കകത്തുള്ള കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും മറ്റുള്ളവരെ സേവനം ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ ആ സഭ എത്ര ഭയങ്കര യൂണിറ്റി ഉണ്ടായിരിക്കും. ആ യൂണിറ്റിയിലും രമ്യതയിലും മനോഹരമായ സഭ വളരില്ലേ? പല സഭകളിലും ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാന കസേരയിലൊക്കെ കയറിയിരുന്ന് മറ്റുള്ളവരൊക്കെ എന്നെ സേവിക്കട്ടെ, എനിക്ക് വെള്ളം എടുത്തത്, എനിക്കിത് എന്ന് പറയുന്ന മനോഭാവം എല്ലാവരും കാണിച്ചാൽ ആ സഭയായിരിക്കും, ആ സഭയ്ക്കകത്താണ് വലിയ പ്രശ്നങ്ങൾ നടക്കുക. അപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് മാറി മറ്റുള്ളവരെ സേവനമനുഷ്ഠിക്കുന്നൊരു മനോഭാവം നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ. എത്ര പേർ ആമേൻ പറയും? കമൻറ്റ് സെക്ഷനിലൊക്കെ നിങ്ങൾ തീരുമാനമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതോ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് മോഡൽസ് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഗലാത്യലേഖനം 5:13 സെർവ് വൺ അനദർ ഹംബ്ലി ഇൻ ലവ്. ഗലാത്യലേഖനം 5:13 എന്താ പറയുന്നത്? പരസ്പരം ഓരോരുത്തർ മറ്റുള്ളവരെ എന്തു ചെയ്യട്ടെ? സ്നേഹത്തോടെ താഴ്മയോടെ സേവനമനുഷ്ഠിക്കട്ടെ. 1 പത്രോസ് 4:10 യൂസ് വാട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ് റിസീവ്ഡ് ടു സെർവ് അതേഴ്സ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുക. റോമൻസ് 12:10. റോമലേഖനം 12:10 ഓണർ വൺ അനദർ എബവ് യുവർസെൽവ്സ്. ഓരോരുത്തരും തങ്ങളേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുക. സോ ഇവിടെ സംഭവിക്കുക, അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോ കൂട്ടായ്മയിലും എ സെർവിങ് ഹാർട്ട് ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ where people feel valued and cared for. ഒരു സേവന ഹൃദയമുള്ളൊരു വ്യക്തി ചെയ്യുന്നത്, സേവന ഹൃദയമുള്ളവർ അല്ലെങ്കിൽ സേവന ഹൃദയം ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കും സഭയ്ക്കകത്ത്. എല്ലാവർക്കും മൂല്യവും വാല്യൂവും ഉണ്ടാകും, ഒരു വിലയുണ്ടാകും. മാത്രമല്ല എല്ലാവർക്കും ഐ ആം കെയർഡ് ഫോർ, എന്നെ കരുതാൻ ചിലരുണ്ട് എന്നൊരു ഭാവം അവിടെ ഉണ്ടാവില്ലേ? ബ്ലെസ്സിങ് ടുഡേയിലാണെങ്കിൽ ഭക്ഷണം വിളമ്പാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ നല്ല ജോലിക്കാരും സമൂഹത്തിൽ പലതും ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന് സാധാരണ ജനങ്ങളെ അവർ സെർവ് ചെയ്യുകയാണ്. ഞാൻ കാണാറുണ്ട് ബ്ലെസ്സിങ് ടുഡേയിൽ വരുമ്പോൾ ഗ്രീറ്റേഴ്സായിട്ടും പലരെയും സ്വീകരിക്കാനൊക്കെ നിൽക്കുന്നവർ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരും
ഔദ്യോഗികമായി ഉയർന്നവരുമാണ്. പക്ഷേ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി വിശ്വസ്തമായി ഞായറാഴ്ച എല്ലാവരും എത്തുന്നതിന് മുൻപേ വന്ന് അവർ വാതിൽ കാവൽക്കാരായും അഷേഴ്സായും ഒക്കെ അവർ നിന്ന് സെർവ് ചെയ്യുകയാണ്. അവർക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്ര വലുതാണ്, അവർ ക്രിയേറ്റ് ചെയ്യുന്ന അന്തരീക്ഷം എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ ആൾക്ക് ഞാനിവിടെ വന്നാൽ ഞാൻ അന്യനല്ല, അനാഥനല്ല, എന്നെ കരുതാൻ ചിലരുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകുന്നത്. ഒരു കുടുംബത്തെ എടുക്കുക, ഒരു കുടുംബത്തിൽ ആരോഗ്യമുള്ളൊരു കുടുംബം എന്താണ്? ആരോഗ്യമുള്ളൊരു കുടുംബത്തിൽ സംഭവിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും അഥവാ ഓരോരുത്തരും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ആ വീട്ടിൽ ചെയ്യുന്നവരായിരിക്കണം. അപ്പൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൻ ചെയ്യുന്നു, അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യണം. എല്ലാം കൂടെ അമ്മയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഡ്യൂട്ടികൾ പകുത്തെടുത്ത് സെർവ് ചെയ്യാൻ തുടങ്ങിയാൽ ആ കുടുംബം തന്നെ ഒരു സ്വർഗത്തിൻ്റെ മിനിയേച്ചർ ഫോമായി മാറില്ലേ? അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന കുടുംബാംഗങ്ങൾ തീരുമാനിക്കണം. എല്ലാം അമ്മയുടെ തലയിലിടില്ല, എല്ലാം അപ്പൻ്റെ തലയിലിടില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു മകൻ്റെയോ മകളുടെ തലയിൽ ഭാരം വരുത്താതെ ഞങ്ങളത് ഷെയർ ചെയ്യും, പരസ്പരം സെർവ് ചെയ്യും എന്നൊരു തോന്നൽ അകത്തുണ്ടാകണം. സെർവൻറ്റ്ഹുഡ് റിസീവ്സ് ഗോഡ്സ് ഓണർ. ഈ സേവന മനോഭാവം ദൈവത്തിൽ നിന്നുള്ള ബഹുമാനത്തെയും കൊണ്ടുവരും, സ്വീകരിക്കും. കാരണം യേശു കർത്താവ് പറയുകയാണ്, those who humble themselves in service will be lifted up. തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവർ വരെ കർത്താവ് ഉയർത്തും. ഗോഡ് സീസ് എവ്രി അൺസീൻ ആക്ട് ഓഫ് സർവീസ്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം, ഗോഡ് സീസ് എവ്രി അൺസീൻ ആക്ട് ഓഫ് സർവീസ്. കാണാമറയത്ത് മറ്റുള്ളവർ കാണാതെ അദൃശ്യമായി ചെയ്യുന്ന ഓരോ സേവനത്തെയും ദൈവം കാണുന്നു. അവിടുത്തെ ദൈവദാസൻ കണ്ടില്ലേലും, ദൈവദാസൻ്റെ ഭാര്യ കണ്ടില്ലേലും, അവിടുത്തെ വലിയ വലിയ കമ്മിറ്റി കണ്ടില്ലേലും, വലിയ വലിയ ആളുകൾ കണ്ടില്ലേലും ദൈവം കാണുന്നു. മത്തായി 25:40 whatever you did for one of the least of these brothers and sisters of mine, you did for me. നിങ്ങൾ ഈ എളിയവരിൽ ഒരാൾക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് കർത്താവ് തന്നെ തുറന്നു പറയാം. അത് കർത്താവ് ഏറ്റെടുക്കുക. അവർക്ക് തന്നെ അതിശയം, നിന്നെ ഞങ്ങൾ എപ്പോഴാണ് സെർവ് ചെയ്തേ? അവർക്ക് തന്നെ അതിശയമായി പോകുന്നു. യാക്കോബ് 4:10 humble yourselves before the Lord, he will lift you up. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്താമെങ്കിൽ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. കൊലോസ് ലേഖനം 3:23-24 work at it with all your heart as working for the Lord. നിങ്ങൾ കർത്താവിനെന്ന വണ്ണം പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെർവൻസ് മേ നോട്ട് ഓൾവേസ് റിസീവ് റെക്കഗ്നിഷൻ ഫ്രോം പീപ്പിൾ, ബട്ട് ഗോഡ് നെവർ ഓവർലുക്സ് ഫെയ്ത്ത്ഫുൾ സർവീസ്. മനുഷ്യർ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ കണ്ടില്ലെന്നിരിക്കും. ഒത്തിരി പേർ സഭ വിട്ടു പോകാറുണ്ട്. ഞാൻ ഇത്രയും വർഷം ഈ സഭയ്ക്കകത്ത് ഇതെല്ലാം ചെയ്തിട്ടും ആരും എന്നെ അംഗീകരിച്ചില്ല, ആരും എന്നെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഗോഡ് നെവർ ഓവർലുക്സ് ഫെയ്ത്ത്ഫുൾ സർവീസ്. എന്നാൽ വിശ്വസ്തയോടെ ചെയ്യുന്ന സേവനങ്ങൾക്ക് ദൈവം ഒരിക്കലും അത് കണ്ടില്ലെന്ന് നടിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, ഫെയ്ത്ത്ഫുൾ സർവീസ് സ്ലോലി പ്രൊഡ്യൂസസ് വിസിബിൾ ഫ്രൂട്ട്. വിശ്വസ്തയോടെ സേവനം ചെയ്യുന്നവർ വളരെ പതുക്കെ ദൃശ്യമായ വലിയ ഫലമുളവാക്കുന്നവരായി മാറും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, സെർവൻറ്റ്ഹുഡ് മേ അപ്പിയർ സ്മോൾ. ചില സേവനങ്ങളൊക്കെ ചെറുതായിട്ട് തോന്നും, ബട്ട് ഇൻ ഗോഡ്സ് കിങ്ഡം ഇറ്റ് ലീഡ്സ് ടു ട്രൂ ഗ്രേറ്റ്നസ്. ആ കൊച്ചു സേവനങ്ങൾ പോലും ദൈവരാജ്യത്തിൽ പിന്നീട് വലിയ സംഭവങ്ങളായി മാറും. പ്രാർത്ഥിക്കട്ടെ. എന്തെങ്കിലും തീരുമാനമെടുത്തു, ആരെങ്കിലുമൊക്കെ തീരുമാനമെടുത്തെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ ഇന്ന തീരുമാനങ്ങൾ ഞാൻ എടുത്തു, ഇന്ന രീതിയിൽ ദൈവത്തെ സേവിക്കുവാൻ, മനുഷ്യരെ സേവിക്കുവാൻ, സഭയ്ക്കകത്ത് സേവിക്കുവാൻ ഞാനൊരു തീരുമാനമെടുത്തു, അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിലിട്ടാൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഉത്സാഹമാണ്. ഇതിൻ്റെ ഫുൾ നോട്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലിടണേ. എല്ലാവരും കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. കൈനീട്ടാം. കർത്താവെ, എൻ്റെ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആരൊക്കെ ഇങ്ങനെ ഹെവി ഹാർട്ടുമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്, എന്തോ കണ്ട സ്വപ്നങ്ങളോ
ആരൊക്കെ പറഞ്ഞ വാക്കുകളോ ഹാർട്ട് ഹെവി ആയിപ്പോയി. എന്നാൽ ഞാൻ കണ്ണിൽ നോക്കി പറയുക, കർത്താവ് മുകളിൽ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് വിചാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവല്ലേ വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? കൈ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറ. കർത്താവെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കാതിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ ലിവറിലുള്ള പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ എല്ലാവർക്കും കൽപ്പിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക, മറ്റുള്ളവരോട് ഇത് വാച്ച് ചെയ്യാൻ പറയുക. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.